സ്ട്രെസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്ന സ്വഭാവം ചിലർക്കുണ്ടാവും. അമിതമായിട്ട് ഫുഡ് കഴിക്കുക. ഈ സ്ട്രെസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒന്ന്, ചില ആൾക്കാരിൽ ഇമോഷണൽ കോപ്പിംഗ് മെക്കാനിസം, ഒരു ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്ന ആളെ കാണാൻ പറ്റും. രണ്ടാമത്തത്, കോർട്ടിസോളിന്റെ അളവ് കൂടും ശരിക്കും. അപ്പം ആപ്പിറ്റൈറ്റ്, വിശപ്പ് നന്നായിട്ട് കൂടുന്നത് കൊണ്ട് ഫുഡുകൾ കഴിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പം ഡോപ്പമിന്റെ അളവ് കൂടും. എന്ന് വെച്ചാൽ സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ഒരു തലച്ചോറിൽ ഡോപ്പമിന്റെ അളവ് കൂടുക എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നമുക്ക് ലഭിക്കുക എന്നുള്ള സംഗതിയാണ്. ഈ സ്ട്രെസ്സുള്ള സമയത്തിന് സെൽഫ് കൺട്രോൾ നന്നായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഫുഡ് എത്ര കഴിക്കണം, എത്ര ഇത് ഇങ്ങനെയുള്ള ഫുഡാണ്, ഇത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ തരത്തിലുള്ള ചിന്തകളൊന്നും പോയി. അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആയിട്ട് വരുന്നത്, നമുക്കിപ്പം ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത് ഡൈജഷൻ സ്ലോ ഡൗൺ ആവുകയും അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവുകയും അപ്പോൾ ഡിസ്കംഫേർട്ട് ഉണ്ടാവും സ്tomachന്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ, പിന്നെ ഈ ഹാബിറ്റ് ഫോർമേഷന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ടെൻഷൻ തോന്നുമ്പോൾ, സ്ട്രെസ് തോന്നുമ്പോൾ വാരി വലിച്ച് തിന്നുക എന്നുള്ളത് തന്നെ ഒരു ഹാബിറ്റായിട്ട് വന്ന ആൾക്കാരും. ഇത്തരം സംഗതികൾ ഇപ്പോൾ സ്ട്രെസ് കൂടുമ്പം നമ്മൾ അറിയാതെ കുറേ ഭക്ഷണം കഴിക്കുകയും അത് ഒരു ശീലമായിട്ട് മാറുകയും ചെയ്യുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് നല്ല പണി കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.